ഹലോ, ഇന്ന് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കവായി ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് എന്തായാലും ജേണൽ ചെയ്യാനുള്ളൊരു മൂഡില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ക്യൂട്ടായിട്ടുള്ള കാർഡ് ഉണ്ടാക്കാം. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാർഡാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒരു ഷീറ്റ്, അത് A4 ഷീറ്റായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ഷീറ്റാണ്. അത് 3ആയിട്ട് മടക്കുക. പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴായിരിക്കും മനസ്സിലാവുക. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു പാറ്റേൺ പേപ്പറാണ് ഇവിടെ ഞാൻ ഫസ്റ്റ് തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നത്. കവായി എന്ന് പറയുമ്പോൾ തന്നെ ക്യൂട്ടായിട്ടുള്ള ഗ്രിഡ് പാറ്റേൺസ് ആണല്ലോ ആദ്യം തന്നെ നമ്മുടെ മൈൻഡിൽ വരാം. അതുകൊണ്ടാണ് ഫ്രണ്ട് പേജ് തന്നെ ആ ഒരു ഗ്രിഡ് പാറ്റേൺ കൊടുത്തത്. പിന്നെ നമുക്ക് ഈ ഒരു ബോ ആണ് വെക്കേണ്ടത്. ആദ്യം എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ബോ എങ്ങനെ വെക്കണം എന്നുള്ളത്. പിന്നെ അപ്പോൾ വന്നൊരു ബുദ്ധിയാണ്, നമുക്കൊരു ലോക്ക് പോലെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആദ്യം തന്നെ ആ ബോൻ്റെ ആ രണ്ടറ്റത്ത് ഞാൻ കണ്ടില്ലേ ജസ്റ്റ് മാർക്ക് ചെയ്തത്, അതുപോലെ നിങ്ങളും മാർക്ക് ചെയ്യുക. ഇത് കുറച്ച് വലുപ്പത്തിൽ, ആ ബോനേക്കാളും കുറച്ച് വലുപ്പത്തിലായിരിക്കണം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അതായത് ഈ വരയ്ക്കുന്ന സംഭവം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഇതാ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്യുമ്പോൾ മറ്റ് പേപ്പേഴ്സിലൊന്നും കൊള്ളാണ്ട് നോക്കണം, അതെല്ലാം നിർത്തി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. പിൻട്രസ്റ്റിലൊക്കെ ഇതുപോലുള്ള നല്ല ക്യൂട്ട് കാർഡ്സ് എപ്പോഴും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ കരുത് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ. പിന്നെ ടൈം കിട്ടാറില്ല. പിന്നെ എന്തായാലും കുറച്ച് ഫ്രീ ടൈമും കിട്ടി. പിന്നെ ജേണൽ ചെയ്യാനുള്ളൊരു മൂഡും ഇല്ല. അപ്പോഴത്തെ തീരുമാനമാണ് കേട്ടോ ഈ കാർഡ് എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ക്യൂട്ട്നെസ് ഒട്ടും കുറയാതിരിക്കാൻ നമുക്ക് ഈ ബോ അങ്ങ് വെച്ച് കൊടുക്കാം. ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാട്ടോ നമ്മളിത് ഒട്ടിക്കുന്നത്. കാരണം ഒരു ലോക്ക് പോലെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആ ബോൻ്റെ ആ ഒരു കെട്ട് വരുന്ന ഭാഗത്താണ് ഇത് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ കറക്റ്റായിട്ടത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ലോക്ക്. അപ്പോൾ എന്തായാലും ഫ്രണ്ട് പോർഷനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലെ പരിപാടികളൊക്കെ തീർക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാറ്റേൺ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. നടുവിലാണ് കേട്ടോ നമ്മളിത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കി രണ്ടറ്റത്തും കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യാം. ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ അതിന് പറ്റിയൊരു തീമിൽ 2 ക്യൂട്ട് ഗേൾസിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ ആദ്യം ഒട്ടിച്ച് കൊടുക്കുന്നത്. ഒരു 3D ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടാപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവൻ കാണണം. ഫൈനൽ ലുക്കൊക്കെ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഇനി എന്തൊക്കെ മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ സിഗ്സാഗ് സിസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇതേ ഡിസൈൻ നമുക്ക് നോർമൽ കത്രിക വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതിലാണ് നമ്മൾ ബർത്ത്ഡേ കോഡ്സ് ഒക്കെ എഴുതുന്നത്. എന്നിട്ട് ജസ്റ്റ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ബെസ്റ്റ് സപ്പോർട്ടറിൻ്റെ കാര്യം മറക്കണ്ട. പുതിയ ഗിഫ്റ്റ്സ് ഒക്കെ എത്തിയിട്ട് നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റിൽ ഒരു പിശുക്കും വേണ്ട. മാക്സിമം കമൻറ്റൊക്കെ ഇട്ട് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ അതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതാ ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു 2 ഗേൾസിൻ്റെ ഒരു ഫോട്ടോ ആണ്. അതിലൊരു ഫ്രണ്ട്ഷിപ്പ് കോട്ടും കൂടി വരുന്നുണ്ട്. ഇനി ഇതാണ് നമ്മൾ നെക്സ്റ്റ് സൈഡിൽ ഒട്ടിക്കാൻ പോകുന്നത്. ഇനി ഇതാ നമ്മുടെ ഈ ക്യൂട്ടായിട്ടുള്ള ബോ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ക്യൂട്ട്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു സ്റ്റിക്കർ കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ അടുത്ത സൈഡിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ടെഡീൻ്റെ സ്റ്റിക്കറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റിക്കറാണ് കേട്ടോ ഒട്ടിക്കാൻ പോകുന്നത്. അതും 2 ക്യൂട്ട് ഗേൾസിൻ്റെ ആണ്. അങ്ങനെ അതും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. കണ്ടിട്ട് ഇഷ്ടമായോ ഇല്ലയെന്ന് പറയാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ട് കാർഡ്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ബർത്ത്ഡേക്ക് നല്ലൊരു ഗിഫ്റ്റായിട്ട് തന്നെ ഇത് കൊടുക്കാം. പിന്നെ ടീച്ചേഴ്സ് ഡേ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തീം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചറിനും ഇതുപോലത്തെ ഒരു കാർഡ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്യൂട്ട് ബർത്ത്ഡേ കാർഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.